ഹായ് സുഹൃത്തുക്കളെ, ഇന്നും നല്ലൊരു ടോപ്പിക്കായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് പറയാൻ പോകുന്ന കുട്ടി സ്റ്റോറിയിൽ ഉള്ള ഒരു തിരിച്ചറിവ് നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിലുണ്ടോ എന്ന് നമ്മൾ തന്നെ ചോദിച്ചറിയുക. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ കുട്ടി സ്റ്റോറിയുടെ പേര് അവസാനത്തെ വാതിൽ. ഒരു വലിയ കൊട്ടാരത്തിൻ്റെ നടുവിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിൻ്റെ കഥയാണിത്. ഒരു വലിയൊരു കൊട്ടാരത്തിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് ഒരു യുവാവ് അകപ്പെട്ടു. അവിടെ ആകെ 10 വാതിലുകൾ ഉണ്ടായിരുന്നു. ഓരോ വാതിലിനു പുറകിലും വലിയ നിധിയുണ്ടെന്ന് അവിടെ ഒരു ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നിബന്ധന മാത്രം: നിങ്ങൾ തുറക്കുന്ന ഓരോ വാതിലും നിങ്ങൾക്ക് വലിയ സമ്പത്ത് തരും. എന്നാൽ ആ വാതിൽ തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് തിരികെ വരാൻ കഴിയില്ല. അടുത്ത വാതിലിലേക്ക് മാത്രം പോകാൻ കഴിയും. തുടക്കം ആ യുവാവ് അവൻ 1ാമത്തെ വാതിൽ തുറന്നു. ആ വാതിൽ തുറന്നപ്പോൾ ആ യുവാവ് കണ്ട കാഴ്ച അവിടെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അത് കണ്ട് അവൻ അമ്പരന്നു. പക്ഷേ 2ാമത്തെ വാതിലും ഇതിൽ വലുതായിരിക്കുമെന്ന് കരുതി അവൻ മുന്നോട്ട് പോയി. 2ാമത്തെ വാതിൽ തുറന്നപ്പോഴും നിറയെ പവിഴങ്ങളായിരുന്നു. ആ യുവാവ് ചിന്തിച്ചു, ഇതിലും വലുത് 3ാമത്തെ വാതിലിൽ കാണുമെന്ന്. അങ്ങനെ 3ാമത്തെ വാതിലും തുറന്നു. സ്വർണ്ണ ആഭരണങ്ങളായിരുന്നു. അങ്ങനെ ഓരോ വാതിലുകളും തുറക്കുമ്പോഴും ആ യുവാവിൻ്റെ ചിന്ത ഇതിലും വലുത് അടുത്തതിലുണ്ടാകുമെന്നതായിരുന്നു. അങ്ങനെ 4ഉം കടന്ന് 5ഉം കടന്നു 9ാമത്തെ വാതിലും തുറന്നു യുവാവ്. അവിടെ കണ്ടതും വജ്രങ്ങളും വൈദൂര്യങ്ങളും അവനെ കാത്തിരുന്നു. യുവാവിൻ്റെ വീണ്ടും ആ ചിന്ത വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായി. യുവാവ് വീണ്ടും 10ാമത്തെ വാതിലിൻ്റെ മുൻവശത്തെത്തി. 10ാമത്തെ വാതിൽ ഇതിനെല്ലാം വിടെ വേലിയുള്ള മഹത്തായ പൊരുളായിരിക്കുമെന്ന ചിന്താഗതിയോട് യുവാവ് 10ാമത്തെ വാതിലും തുറന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് തുറന്നത്. പക്ഷേ ആ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച സ്വർണങ്ങളോ വജ്രങ്ങളോ വൈദൂര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. പകരം ആ വാതിൽ തുറന്നത് ഒരു പഴയ തെരുവിലേക്കായിരുന്നു. അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകുവാനുള്ള വഴിയിലായിരുന്നു. ആ വാതിൽപ്പാളിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: അമിതമായ ആർത്തിയിൽ ഉള്ളത് ആസ്വദിക്കാൻ മറന്നുപോയവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ മനോഹരമായ വഴിയാണിത്. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മനുഷ്യൻ്റെ പ്രകൃതം. 1 കിട്ടിയാൽ 2നോടുള്ള ആർത്തി, 2 കിട്ടിയാൽ 4നോടുള്ള ഒരു ആർത്തി. ഉദാഹരണത്തിന്, ഒരാൾക്ക് ഒരു 2 ലക്ഷം രൂപ കടമുണ്ടെന്ന് കരുതുക. അവൻ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും: എങ്ങനെയെങ്കിലും ഈ 2 ലക്ഷം രൂപ കടം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവൻ്റെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ 2 ലക്ഷം രൂപയുടെ കടം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയാൽ അവൻ്റെ ചിന്താഗതി അടുത്തതായിരിക്കും: 2 4 ആക്കുക, 4 8 ആകുക, 8 16 ആകുക. ഇങ്ങനെയുള്ള ആർത്തിയാണ് മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ, അവന് ആസ്വാദകരമായ ജീവിതത്തെ ജീവിച്ച് തീർക്കുവാൻ കഴിയാതെ വരുന്നത്. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം പണത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പിന്നാലെ പോകുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക, നിങ്ങൾ എത്രമാത്രം സന്തോഷകരമായാണ് ഇപ്പോൾ നിലകൊള്ളുന്നത് എന്ന്. നമ്മുടെ ജീവിതത്തിൽ അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്ത ജീവിതത്തിൽ അത് വ്യക്തമായ ബോധ്യമുള്ള നമ്മൾ തന്നെയാണ് നമ്മൾക്ക് വീണ് കിട്ടുന്ന സുവർണ അവസരങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും വളരെ സന്തോഷകരമായി ജീവിച്ച് തീർക്കുന്നതിന് പകരം ആവലാതിയും വ്യാപലാതിപ്പെടേണ്ടതായിട്ട് ഒരു കാര്യവുമില്ല. കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നമ്മൾ ഈ ജീവിതത്തിൽ വീണ് കിട്ടുന്ന സുവർണ അവസരങ്ങളെ സന്തോഷകരമായി ജീവിച്ച് തീർക്കാൻ നോക്കുക. മറിച്ച് എനിക്ക് അത് കിട്ടിയാലേ ഞാൻ ഇങ്ങനെ ജീവിക്കുകയുള്ളൂ എന്ന പിടിവാശിയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട്, ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് സന്തോഷകരമായ ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകാൻ നോക്കുക. കുറച്ച് കിട്ടുന്ന അവസരങ്ങളെ ആ ഉള്ള സമ്പത്തിൽ വെച്ച് സന്തോഷമായി സമാധാനപരമായി ജീവിച്ച് തീർക്കാൻ നോക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം.
കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു തീർക്കുക എന്നതാണ് ഈ കഥ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളായി തന്നെ ജീവിച്ച് മുമ്പോട്ട് പോവുക. ആർത്തിയും അത്യാഗ്രഹങ്ങളുമെല്ലാം ഒഴിവാക്കി ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുവാൻ നോക്കുക. കാരണം ഈ ഭൂമിയിൽ കുറച്ചു കാലം മാത്രമേ നമ്മൾ ജീവിക്കുകയുള്ളൂ എന്ന ചിന്താഗതിയോടെ ജീവിച്ചാൽ നമുക്കെല്ലാവർക്കും സന്തോഷമായ ഒരു ജീവിതം പടുത്തുണർത്തുവാൻ സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ ഇനിയും മുൻപോട്ട് എന്നുള്ള വാക്യത്തോടെ ഞാൻ നമ്മുടെ ഇവിടുത്തെ കഥയെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും നല്ല നല്ല സന്ദേശപരമായ കുട്ടി സ്റ്റോറിയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ ഓരോരുത്തരോടായി ഞാൻ വിട പറയുകയാണ്.